അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ചെടിച്ചട്ടി ആയിട്ടാണ്. അപ്പോൾ സാധാരണ നമ്മൾ ചെടിച്ചട്ടി ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ചകിരി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെടിച്ചട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും പറയാൻ മടിക്കരുത്, താഴെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ അപ്പോൾ ലഭിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതിലേക്ക് ആവശ്യമുള്ള ചകിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചകിരി എടുക്കുമ്പം ഒക്കെ സെയിം വലുപ്പത്തിലുള്ളത് എടുക്കാൻ നോക്കാം. പിന്നെ നമുക്കിതുപോലെ ഒരു പാത്രമാണ് ആവശ്യമുള്ളത്. അപ്പം നമ്മളിതിനുള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം വലുപ്പം വേണം. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തത്. ഇനി നമ്മളിതിനുള്ളിലേക്ക് ഒരു പ്ലാസ്റ്റിക് കവറ് ഇതുപോലെ ഇങ്ങനെ വെക്കുക. അല്ലെങ്കിൽ നമ്മൾ സിമൻറ്റ് അതിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് വെച്ച് കൊടുക്കുന്നത്. ശേഷം നമ്മൾ നമ്മുടെ ചകിരി ഓരോന്നെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ഞാനിവിടെ ഒരു കപ്പ് മണൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ കപ്പിൻ്റെ ഒരു 1/4 കപ്പ് സിമൻറ്റും കൂടെ എടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുമ്പം ഒത്തിരി ലൂസ് ആവാണ്ട് നോക്കണം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് നമ്മുടെ ചകിരിയുടെ ആദ്യം നമ്മൾ സെൻറ്ററിലേക്ക് സിമൻറ്റ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നമ്മൾ സെൻറ്റർ ആദ്യം ഫുള്ളായിട്ട് കവർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഓരോ ചകിരിയുടെയും ഇടയിലേക്ക് നമുക്കിതുപോലെ തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചകിരി മൊത്തമായിട്ട് നമ്മൾ തേക്കുന്നില്ല, ഇതിൻ്റെ ഇടയിൽ മാത്രം ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റാക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഇടയിലേക്ക് ഇതുപോലെ തേച്ച് കൊടുക്കുക. അപ്പം ഇത് ചകിരിയുടെ ഏകദേശം പകുതി വരെ നമ്മൾ തേക്കുന്നുള്ളൂ, ഈ പാത്രത്തിൻ്റെ ഹൈറ്റിൽ മാത്രം. അപ്പോൾ നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്ന ആ ഭാഗം കുഴി മാത്രമേ നമ്മൾ തേച്ച് കൊടുക്കുന്നുള്ളൂ. ബാക്കി ഭാഗം നമ്മൾ അതേപോലെ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ചെടിച്ചട്ടി നല്ല നീറ്റായിട്ട് നമ്മൾ സിമെൻറ്റൊക്കെ തേച്ചെടുത്തു. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഇടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ വെള്ളം പോകാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു ഹോളിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പെന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പെൻ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ വെക്കുക. അപ്പം ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ആ പെന്ന് ഊരിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടി നന്നായിട്ട് ഡ്രൈ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുത്ത് നോക്കാം. അപ്പോൾ ഇതൊരു ദിവസം ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വൈകിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ തന്നെ ഇത് ഇളക്കിയെടുത്ത് നോക്കാം. അപ്പം എടുക്കുമ്പം ശ്രദ്ധിച്ചിട്ട് എടുക്കുക, നമ്മുടെ സിമെൻറ്റൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിത് ഈ കവറ് ഇതേപോലെ ഇങ്ങനെ എടുത്തു. പിന്നെ നമ്മൾ വെച്ച പെൻ കൂടെ നമുക്ക് ഊരിയെടുക്കാം. ഇനി ഞാൻ ഇവിടെ കുറച്ച് സിമെൻറ്റും മണലും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ ചെടിച്ചട്ടി നമ്മൾ തിരിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ പുറം വശമൊക്കെ ഇതൊന്ന് ചെറുതായിട്ട് തേച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ചെടിച്ചട്ടിയുടെ പുറം വശം ഫുള്ളായിട്ടൊന്നും തേച്ച് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് സിമെൻറ്റ് പിടിക്കാത്ത ഭാഗം മാത്രം ഒന്ന് തേച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് വെക്കണം. ഒരു 2-3 ദിവസമെങ്കിലും നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചാൽ മാത്രമേ നമ്മുടെ ചെടിച്ചട്ടി ഉറപ്പ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് വെക്കുക. ഇനി അപ്പോൾ നമുക്ക് ചെടിച്ചട്ടി പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഗ്രേ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്ര ഭംഗിയായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പെയിൻറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാ വീഡിയോസും കാണാം. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.